ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല മൊഴി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്തപ്പെട്ടൊരു പേരായിരുന്നു ഡി മണി. ഏറ്റവും അവസാനം ഡി മണിയെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ചെറിയ തട്ടിപ്പല്ലല്ലോ. ഈ കോടാനുകോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടും എന്തുകൊണ്ട് സർക്കാരിന് അറിയാൻ കഴിഞ്ഞില്ല? കാരണം സർക്കാരിൻ്റെ ആളാണ് ഡി മണി. ഡി മണി ദുബായിലുള്ള ഒരു പ്രമുഖ വ്യവസായിയാണ്. അത് രമേശ് ചെന്നിത്തലയ്ക്ക് അതിൻ്റേതായ സോഴ്സ് വഴി അറിഞ്ഞതുകൊണ്ടാണ് ഒരു വിദേശ പ്രവാസിക്ക് ശബരിമല സ്വർണ്ണത്തട്ടിപ്പ് കേസുമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുണ്ട്, അത് കേരളത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുമായിട്ട് ബന്ധമുണ്ട് എന്ന് വ്യക്തമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദുബായിൽ പോയാൽ ദുബായിലുള്ള ഹോട്ടൽ കാര്യങ്ങളെല്ലാം വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഈ ഡി മണി എന്ന് പറയുന്ന ദുബായ് വ്യവസായിയാണ്. ഈ ഡി മണി എന്ന് പറയുന്നത് അവരെ പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തമായ പേര്. അതുകൊണ്ടാണ് ABC-ക്ക് നേരത്തെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കൊടുത്തപ്പോൾ പറഞ്ഞത്, ഇത് CBIക്ക് നേരറിയുവാൻ, സത്യമറിയുവാൻ CBIക്ക് ഏൽപ്പിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. സത്യം ജനങ്ങൾക്കും അയ്യപ്പ ഭക്തർക്കും അറിയണമെങ്കിൽ CBI ഏൽപ്പിക്കുക. ഇപ്പോൾ SIT അന്വേഷണ സംഘം ചെന്നൈയിൽ പോയിക്കുകയാണ്. ആരാണെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും അറിയാം, ഡി മണി ആരാണെന്ന്. പക്ഷേ ആര് പൂച്ചയ്ക്ക് മണി കെട്ടും എന്നുള്ള നിലയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ നടക്കുന്നത്. അപ്പോൾ ആ ഡി മണിക്ക് നമ്മുടെ ഭരണകർത്താക്കളുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. 4 പഞ്ചലോക വിഗ്രഹങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഡി മണിയുമായിട്ട് ഡീല് ചെയ്ത് തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഹോട്ടലിൽ വെച്ചാണ് അതിൻ്റെ ഡീല് നടന്നിട്ടുള്ളതെന്ന് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം അറിയാം, അന്വേഷണ ആൾക്കറിയാം, ഭരണകർത്താക്കൾക്കറിയാം, പ്രതിപക്ഷത്തിലുള്ള ആൾക്കാർക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട മുൻ ഹോം മിനിസ്റ്റർ ഈ ആരോപണം ഉന്നയിക്കുകയും അദ്ദേഹം മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തിന് ഒളിക്കുന്നു ഈ വ്യക്തിയെ? എന്തുകൊണ്ട് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇത്രയും നാൾ ഇതുവരെ ആയിട്ടും ശബരിമലയിൽ ജനങ്ങൾ തലക്കൊഴിഞ്ഞിട്ട ആ സ്വർണങ്ങളും എല്ലാം ഡി മണിക്ക് ജയലളിതയുമായി എല്ലാം ബന്ധമുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയപരമായി ഈ മുഖ്യമന്ത്രിയുമായി വരെ ബന്ധമാണ്, മുൻ മുഖ്യമന്ത്രിയുമായി ആയിരിക്കും. കാരണം നമുക്കത് നേരിട്ട് കാണാത്തതുകൊണ്ടോ അതുള്ളതുകൊണ്ടോ വ്യക്തമായി നമുക്ക് പറയുവാൻ പറ്റുകയില്ല. എന്തായാലും ഭരണകക്ഷത്തുള്ള നല്ല ബന്ധം ഡി മണിക്കുണ്ട്. ഡി മണി ചില നേതാക്കൾ വിദേശയാത്രകൾ നടത്തുന്നത് വരെ ഈ ഡി മണിയുടെ സഹായ സഹകരണത്തോടുകൂടി ആണെന്ന് വരെ ഉദ്യോഗസ്ഥർക്കും അറിയാം, പത്രമാധ്യമങ്ങൾക്കും അറിയാം, എല്ലാം അറിയാം. പക്ഷേ എന്തിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല? അതാണ് നമ്മൾക്കറിയേണ്ട കാര്യം. ഇപ്പം ഈ സാധാരണ ഇലക്ഷൻ വരുന്നത് കൊണ്ട് ഉഴപ്പി ലാഗ് ചെയ്ത് അങ്ങ് പോകുകയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പാർട്ടിയുടെ ആൾക്കാരുമെല്ലാം പുതിയ നെറേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ഒറ്റപ്പെട്ട പാലക്കാട് നടന്നിട്ടുള്ള സംഭവങ്ങൾ നടക്കാൻ പാടില്ലാത്തതാണ്. എല്ലാം നല്ല ക്രിസ്മസ് എന്ന് പറയുമ്പം സാഹോദര്യത്തിൻ്റെ ഉത്സവമാണ്. ആര് ചെയ്താലും അറസ്റ്റ് തന്നെ ചെയ്യണം, കൽത്തുറുങ്കിൽ അടയ്ക്കണം. അതിനെയെല്ലാം BJPയുടെ തലയിലും RSSൻ്റെ തലയിലും കൊണ്ടിടുന്നത് ജനശ്രദ്ധ തിരിച്ചുവിടുവാൻ ഈ ശബരിമല എന്ന് പറയുന്ന വളരെ മാരകമായിട്ടുള്ള കുംഭകോണം. പണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം 2G സ്കാമും കൽക്കരി കുംഭകോണം പോലത്തെ വലിയൊരു കുംഭകോണം. ഇത് ശബരിമല മാത്രമല്ല, ഗുരുവായൂരിലുള്ള സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടെന്ന് എന്താ ഉറപ്പ്? ഗുരുവായൂർ ദേവസ്വത്തിൻ്റെത്. മലബാറിലുള്ള കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങൾ ആര്യവംശക്കാലവും പഴശ്ശിരാജയുടെ ഭരണകാലത്തുമുള്ള പൂജകൾ ചെയ്ത് മന്ത്രോച്ചാരണങ്ങൾ ചെയ്തിരുന്ന പല വിഗ്രഹങ്ങളും ഇന്ന് മലബാർ മേഖലകളിൽ ക്ഷേത്രങ്ങളിലില്ല, മലബാർ ദേവസ്വത്തിൻ്റെ കീഴിൽ. ഇതൊരു പഞ്ചലോക വിഗ്രഹ കച്ചവട സംഘം തന്നെ ഇന്ത്യയിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. ശബരിമലയിലുള്ള സാധനങ്ങൾ പോയിട്ടുള്ളതൊന്നും ഇനി കേന്ദ്ര ഗവൺമെൻറ് ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഏത് രാജ്യത്തുണ്ടെങ്കിൽ മാത്രമേ അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ഇവിടുന്ന് ഒത്തിരി ക്ഷേത്രങ്ങളുടെ പഞ്ചലോക വിഗ്രഹങ്ങൾ രാജ്യം വിട്ടിട്ടുണ്ട്. കാരണം ഇതെല്ലാം വിദേശികൾക്ക് ഭാരതത്തിലുള്ള വിഗ്രഹങ്ങൾ ഒരു ഹരമാണ്.
പല രാജ്യങ്ങളുടെയും രാജപ്രതിനിധികളുടെ അരമനകൾക്കകത്തും വിസിറ്റേഴ്സ് റൂമിലും ഭരണകർത്താവ് ഇരിക്കുന്ന സ്ഥലത്തുമെല്ലാം ഇത്തരത്തിലുള്ള പുരാതനമായ വിഗ്രഹങ്ങളും താഴികക്കുടങ്ങളും എല്ലാം വച്ചാൽ ഐശ്വര്യവും ആപത്തും ഉണ്ടാകുകയില്ല എന്ന് ഭരണകർത്താക്കൾക്ക് ഓർമ്മിച്ചു കൊടുക്കേണ്ട രാജ്യത്ത് ആൾക്കാരുണ്ട്, അവരുടെ രാജ്യത്ത്. അതുകൊണ്ടാണ് ഇത്രയും ഈ ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിക്കപ്പെട്ട്, ഉദാഹരണത്തിന് നമ്മുടെ 84 നടന്ന സംഭവം, നമ്മുടെ ഏറ്റുമാനൂർ നടന്ന 7.5 പൊന്നാനെ സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തി, അതിൻ്റെ പിന്നിലുള്ളത് വിദേശ അന്വേഷണ സംഘം തെളിഞ്ഞ് വന്നു. ഒരു കുട്ടിയുടെ കടലാസ് പാറശാല സ്കൂളിലുള്ളത് കണ്ടുപിടിച്ചാണ് ഈ സ്റ്റീഫൻ്റെ അടുത്തേക്ക് പോയത്. സ്റ്റീഫൻ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ വളരെ ഭക്തനും അദ്ദേഹം ചെയ്ത തെറ്റുകൾക്ക് ഉള്ള പ്രത്യുപകാരം എന്നുള്ള നിലയിൽ വളരെ ഭക്തനുമായിട്ട് നടന്നു. അദ്ദേഹം ഇടയ്ക്കൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തത്. അദ്ദേഹം തന്നെ പറഞ്ഞു വിദേശത്ത് കടത്തുവാൻ വേണ്ടിയാണ് ഈ വിഗ്രഹ മോഷണങ്ങൾ പുള്ളി ചെയ്തിട്ടുള്ളത്. അല്ല, ഇത്രയും വലിയ മോഷണം നടന്നിട്ടും കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളും ഹിന്ദു സംഘടനകളും ആരും ഇത് അറിയാത്തത് എന്താണ്? അല്ല, ഹിന്ദു സംഘടനകൾ അറിഞ്ഞല്ലോ. ശക്തമായ പ്രക്ഷോഭത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയും ഹിന്ദു ഐക്യവേദിയും വിശ്വഹിന്ദു പരിഷത്തും നിരവധി പ്രാവശ്യം, അവർക്കൊരു പരിധിയില്ലേ, എത്ര സമരം ചെയ്താലും ഇത് കുറച്ച് പേര് ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിൽ വരും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഓഫീസിലേക്ക് പോകും, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ പോകും. അതിലാകെ ഇത് അങ്ങ് പോകുമെന്ന് ഭരണകർത്താക്കൾക്കറിയാം. ഹിന്ദു സംഘടനകൾ ശക്തമായ രാഷ്ട്രീയ സ്വയംസേവാ സംഘം പോലുള്ളത് പ്രത്യേക ബൈഠക്കുകൾ വിളിച്ച് കാര്യപ്രാപ്തിയായിട്ടുള്ള സമരങ്ങൾ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് തിരുവനന്തപുരം കോർപ്പറേഷനും കൊല്ലം കോർപ്പറേഷനും പഞ്ചായത്തുകൾക്കും വന്നിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള ജനവികാരം. അത് ചെയ്തിട്ടില്ല, ഹിന്ദു സംഘടനകളൊന്നും ചുമ്മാ ഇരുന്നിട്ടില്ല, നല്ല സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ്റും ഭരണകർത്താക്കളും ആഭ്യന്തരവും എല്ലാം അവരുടെ കൂടെ ഉള്ളപ്പോൾ സമരത്തെ വളരെ ലാഘവത്തോടുകൂടി കളയുവാൻ തിരുവനന്തപുരവും കേരളത്തിലെ ചില ദൃശ്യ മാധ്യമങ്ങൾ കൂടെയുണ്ട്. നമ്മൾ പേരുകളൊന്നും എടുത്ത് പറയുന്നില്ല, ചില ചാനലുകളിലെ ചർച്ചകൾ എടുത്ത് നോക്കുക. ഇപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയും RSSനെയും വിമർശിക്കുന്ന പല ചാനലുകളും ഇല്ലേ? അവർ അതിനെതിരെ രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിൻ്റെ ആൾക്കാർ എത്രയോ കാലം കൊണ്ട് 100 വർഷമായ ഒരു പ്രസ്ഥാനത്തെ ആക്ഷേപിച്ച് ഇപ്പം ജനങ്ങൾക്കറിയാം RSS അങ്ങനത്തെ ഒരു സംഘടനയല്ല എന്ന്. അപ്പോൾ ഇവിടുത്തെ പരസ്യം കിട്ടുവാനും സ്വാധീനത്തിനും വേണ്ടി ചില ചാനലുകളും ചില പത്രങ്ങളും സർക്കാരിന് കൂടെ നിൽക്കും. അതാണ്, അല്ലാതെ ചാനലുകൾക്ക് നിർവാഹമില്ല. ചില രസിക്കാത്ത സത്യം, ഇന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സാറിൻ്റെ പത്രധർമ്മമൊന്നും ഇവിടെ ആരും ചെയ്യുന്നില്ല. പത്രങ്ങളെല്ലാം വ്യവസായവൽക്കരണമാണ്, അറിഞ്ഞൂടെ? തടികൾ മോട്ടിച്ച ആൾക്കാരൊക്കെയാണ് ചാനലുകൾ തുടങ്ങുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഭരണബലമുണ്ട്. അവർ ഭരണത്തിന് വേണ്ടി എപ്പോഴും എന്ത് തെറ്റ് ചെയ്താലും ചില ചാനലുകളിൽ ഇന്നും ഭരണകക്ഷത്തെയും മുഖ്യമന്ത്രിയും മന്ത്രിമാരെ സ്തുതിപാടി നടക്കുകയില്ലേ? അപ്പോൾ അവിടെ ഇത് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം പല സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയാണ്. അപ്പോൾ നിലവിലെ അന്വേഷണ സംഘത്തിനെ കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെത്തി പിടികൂടാൻ കഴിയുമോ? ഇപ്പോൾ SIT അന്വേഷണ സംഘം കർണാടകത്തിൽ പോയില്ലേ? കർണാടകത്തിൽ ഒരാളുടെ അവിടെ പോയി അദ്ദേഹത്തിനെ കണ്ടു, മൊഴിയെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡി മണിയുടെ ഇത് വരുന്നത്. സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈയിലാണ് അവരുടെ സ്ഥാപനം. അല്ല, അത് അന്വേഷണ സംഘത്തിന് പിടികൂടാൻ സാധിക്കും? എല്ലാത്തിനും ഒരു പരിധിയില്ല അവർക്ക് ഈ കേരളവുമായി ബന്ധപ്പെട്ട്? അല്ല, അവർ നല്ല രീതിയിൽ, ഇപ്പം ഞാൻ ഒരു ഉന്നത ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്, ഞാൻ ചെയ്ത് സത്യസന്ധതയിൽ അറിഞ്ഞ്, കാരണം അവർ പല രീതിയിലും അവർ ട്രെയിനിങ് ചെയ്ത രീതിയിൽ പഠിച്ചു വരുന്ന ഫയൽ യഥാർത്ഥ പ്രതിയിലടുത്ത് ചെല്ലുമ്പോൾ ആ ഉദ്യോഗസ്ഥനെ ഉടനെ അവിടെ നിന്ന് മാറ്റുകയാണ്. അവിടുന്ന് ഉടനെ തന്നെ ഹോം ഇടപെടുകയാണ്. നിങ്ങളുടെ അന്വേഷണം ഇവിടെ മതി, നിങ്ങൾ ഇനി തൽക്കാലം ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുക, അല്ലെങ്കിൽ ഇന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ ചെയർമാനോ ഡയറക്ടറായിട്ട് പോകുക. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു നീരാളിപ്പിടുത്തത്തിലേക്ക് എത്തിയിരിക്കുന്നു. സത്യസന്ധമായ അന്വേഷണം, കേരളത്തിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് എല്ലാം ഗുഡാണ്. അതിപ്പോൾ അമിത്ഷാ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, നല്ല കഴിവുറ്റ ഓഫീസേഴ്സാണ്. അല്ലെങ്കിൽ ഇവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്ത് പല സംസ്ഥാനങ്ങളിലും പോയി പേര് മാറി 30 വർഷം കഴിഞ്ഞിട്ടെങ്കിൽ അടുത്ത കാലത്ത് ഒരു പ്രതിയെ കേരള പോലീസ് പിടിച്ചിട്ടില്ലേ, ഇൻ്റലിജൻസ് പിടിച്ചിട്ടില്ലേ? അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ചില ഭരണകർത്താക്കളുടെ ആ ചുവപ്പ് നാടയിൽ കുരുക്കിയിട്ടിരിക്കുന്നു. അഥവാ എന്തെങ്കിലും ഉദ്യോഗസ്ഥർക്ക് നാളെ ഒരു ദോഷം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് മറ്റന്വേഷണത്തിലേക്ക് ഉദ്യോഗസ്ഥർ പോകുന്നില്ല. പിന്നെ ഇത് ഈ വരുന്ന 5 മാസമുണ്ട് ഇനി തിരഞ്ഞെടുപ്പിന്, അതെങ്ങനെയെങ്കിലും ലാഗ് ചെയ്ത് പോകണം എന്നുള്ളൊരു ചിന്ത ലെഫ്റ്റ് ഡെമോക്രാറ്റ് ഫ്രണ്ടിനൂടെ ഉള്ളതുകൊണ്ടും
അതുകൊണ്ടാണ് ഈ പത്രക്കാർ എന്ത് കിണ്ടി ചോദിച്ചാലും മുഖ്യമന്ത്രി ചെറുപ്പുഞ്ചിരിയിൽ ലാഘവത്തോടുകൂടി അഹഹ എന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളി പോകുന്നത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഭരണകർത്താക്കൾക്കറിയാം, അന്വേഷിക്കുന്ന ചില ഉയർന്ന ഉദ്യോഗസ്ഥർക്കറിയാം. പക്ഷേ പിടിച്ചാൽ സംഭവം മൂന്നാമതും ഈ ഗവൺമെൻറ്റിന് വരാൻ ഒക്കുകയില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അത് ശക്തമായ രീതിയിൽ നമ്മളിപ്പോൾ നോക്കിക്കൊള്ളണം. എന്തെങ്കിലും ശക്തമായ പ്രക്ഷോഭം കോൺഗ്രസ് നടത്തിയിട്ടുണ്ടോ? അപ്പം അവിടുത്തെ അഴിമതിക്കും കൊള്ളയ്ക്കും ഭരണപക്ഷവും പ്രതിപക്ഷവും തുല്യമാണ്. രമേശ് ചെന്നിത്തല ഇത്തരം ആൾക്കാരെ പറഞ്ഞുവെങ്കിൽ തന്നെയും അവരുടെ പാർട്ടി ദേവസ്വം ബോർഡ് ആസ്ഥാനത്തോ സെക്രട്ടേറിയറ്റിലേക്കോ ശക്തമായ ഒരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനകത്ത് വരുന്നത് ആ വ്യവസായികളുടെ ഗുണം പ്രതിപക്ഷത്തിനും കിട്ടിയിട്ടുണ്ട്. പലതും വ്യവസായി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ UDF ഇരുന്ന കാലത്ത് പലതും ഞാനും പല വിഗ്രഹങ്ങളിനെ മേടിച്ചിട്ടുണ്ട്, ഇന്നാരിന്നാരതിൽ പ്രതിയാകുമോ എന്ന് വരില്ല എന്ന് എന്താണ് ഉറപ്പ്? അപ്പോൾ ഇവിടുത്തെ അഴിമതിക്കും ക്ഷേത്ര സ്വത്തുക്കൾ മാത്രമേ ഇവർ നോക്കുന്നതാണ്. വേറെ എത്രയോ സ്വത്തുക്കൾ ഇവിടെയുണ്ട്. ഈ ക്ഷേത്രം, അതുകൊണ്ടാണ് ഹിന്ദു സംഘടനകൾ പറയുന്നത് ക്ഷേത്രം രാഷ്ട്രീയ വിമുക്തമാക്കണം. ക്ഷേത്രഭരണം, ഇപ്പോൾ ഉദാഹരണത്തിന് ആന്ധ്രയിലും തമിഴ്നാട്ടിലും ചില ക്ഷേത്രങ്ങൾ ട്രസ്റ്റ് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഫുൾ രാഷ്ട്രീയമല്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്ഷേത്രങ്ങൾ പൂർണ്ണമായിട്ട് ഗവൺമെൻറ്റിൻ്റെ അല്ല. ഒരു മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ സർക്കാരിനെ ഒരു മതത്തിൻ്റെ മാത്രം ഭണ്ഡാരം കൈകാര്യം ചെയ്യുവാൻ എന്ത് റൈറ്റാണ് ഉള്ളത് ഭരണഘടനയിൽ? ഇവരെല്ലാം കോൺഗ്രസ്സുകാരായാലും ഭരണഘടന ഇങ്ങനെ ഉയർത്തി കാണിച്ച് സത്യപ്രതിജ്ഞ ചെയ്യും. കമ്മ്യൂണിസ്റ്റുകാരും ജനാധിപത്യത്തിൽ വിരുദ്ധമാണ്, വർഗീയതയ്ക്കെതിരാണ്, ബൂർഷ്വായിസത്തിനെതിരാണ്. മതം നമുക്കില്ല, മതമല്ല പ്രശ്നം, എരിയുന്ന വയറിൻ്റെ നീറുന്ന പ്രശ്നം. ഇതൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ എന്തിന് ക്ഷേത്ര ഭരണത്തിലേക്ക് കടിച്ചു തൂങ്ങിക്കിടക്കുന്നു? അപ്പോൾ അതിൻ്റെ സ്വത്ത് കരസ്ഥമാക്കണം. ഇത് ശബരിമല നടന്നു. നാളൊരു കാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ 1,78,000 കോടി വരുന്ന സ്വത്ത് നിലവറ തുറന്ന് ഇത്തരത്തിലുള്ള കൊള്ളയും ഇത്തരത്തിലുള്ള മണിമാർ വരികയില്ല എന്ന് എന്താണ് ഉറപ്പ്? രാജ്യം ദാരിദ്ര്യത്തിലേക്ക് കിടന്നപ്പോൾ പോലും ഈ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ബ്രിട്ടീഷുകാരും കൊടുത്ത നാണയങ്ങൾ, സ്വർണ്ണ നാണയങ്ങളും ആ ആട്ടിയിൽ മാലകളും ഒന്നും രാജകുടുംബം, തിരുവിതാംകൂർ റോയൽ ഫാമിലി എടുത്തുപയോഗിച്ചിട്ടില്ല. ഇത് പത്മനാഭൻ എന്ന് പറയുന്ന ഈ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് സ്വാമി കിടക്കണതിൻ്റെ അടിയിൽ വച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഐശ്വര്യത്തിന് വേണ്ടിയാണ്, സമ്പൽ സമൃദ്ധിക്കാണ് തിരുവിതാംകൂർ രാജകുടുംബം. അല്ലെങ്കിൽ പഴയകാല രാജാക്കന്മാർക്ക് എടുത്ത് പുട്ടടിച്ചുകൂടായിരുന്നു. ഇന്ന് മന്ത്രി പുങ്കവന്മാർ പുട്ടടിക്കുന്ന പോലെ അവർ തൊട്ടിട്ടില്ലല്ലോ. ഈ രാജ്യത്തിന് എന്തെങ്കിലും ക്രൈസിസ് വരണമെങ്കിൽ ആ നിലവറ തുറന്ന് ആ ഭണ്ഡാരങ്ങളെടുത്ത് രാജ്യത്തിൻ്റെയും നമ്മുടെ ഇവിടുത്തെ ദാരിദ്ര്യം ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ്. ഇതുവരെയും ദാരിദ്ര്യം വന്നിട്ടില്ല. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള രത്നങ്ങളും വൈഡൂര്യങ്ങളും പുരാതനമായ വസ്തുക്കളും ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു റിട്ടയർഡ് MLA സൂചിപ്പിച്ചിട്ടുണ്ട് കോവളത്തു നിന്നുള്ള. അത് അവരുടെ ഇങ്ങനെ മൂടി വയ്ക്കാതെ എടുത്ത് ഖജനാവിൽ കൊണ്ടുവന്ന് പൈസയാക്കി ജനങ്ങൾക്ക് ഉപകരിച്ചൂടെ എന്ന് പലരും പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ജമീലകൾ പറയുന്നത് ഇവർക്ക് എന്തുകൊണ്ട് ഈ അഴിമതി എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് സർക്കാരിൽ നിന്ന് വിമുക്തമാക്കണം. താമസിക്കാതെ തന്നെ കേന്ദ്രത്തിലെ ഒരു ഭരണഘടന ഈ CI ബില്ല് വന്നതും ആർട്ടിക്കിൾ 37 ബില്ല് വന്നതും ലഡാക്ക് ബില്ല് വന്നതുപോലെ ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ മുക്തമാക്കേണ്ട ബില്ലും പാർലമെൻറ്റിൽ വരും. അത്തരത്തിൽ നിയമനിർമ്മാണം കൊണ്ടുവരണം. രാഷ്ട്രീയക്കാർക്ക് കയറിയിറങ്ങി കളിക്കേണ്ട സ്ഥലങ്ങളല്ല ഈ ഭാരതത്തിൻ്റെ, പ്രത്യേകിച്ച് വിശേഷിച്ച് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലുള്ള ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് ഈ രാജ്യത്തിൽ കച്ചവടത്തിന് വേണ്ടി വന്നവർ തകർക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ടിപ്പു സുൽത്താൻ തുടങ്ങിയവരാണ് ഇവിടുത്തെ 14ാം നൂറ്റാണ്ടിൽ വന്നപ്പോൾ ഈ ക്ഷേത്ര തകർന്ന് സ്വത്തുകൾ കൊണ്ടുപോയത്. മൈസൂർ ഭരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിലെല്ലാം സ്വർണ്ണങ്ങളും തങ്കങ്ങളും വൈഡൂര്യങ്ങളുമാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം ആക്രമണം നടത്തി പത്മനാഭസ്വാമിയെ ആക്രമിക്കുകയും വന്നതും മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എതിർക്കുകയും തിരിച്ചു പോയതും. അപ്പം ടിപ്പുവിനേക്കാളും വലിയ കൊള്ളക്കാരാണ് ഇന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. അപ്പോൾ ഇതിന്ന് എന്ത് ഭേദം? ടിപ്പു എന്ന ഭരണാധികാരി മനുഷ്യദ്രോഹിയല്ല. പക്ഷേ അദ്ദേഹത്തിന് ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ എന്ന് പറയുന്നതും വേണ്ട.
അദ്ദേഹത്തിന് വിഗ്രഹങ്ങൾ, പഞ്ചലോഹങ്ങൾ, വൈഡൂര്യങ്ങൾ, രത്നങ്ങൾ, സ്വർണങ്ങൾ ഇത് കൊണ്ടുപോകുക. ഇത് ഇവിടുത്തെ ദേവൻ്റെ ഭൂമികൾ പോലും അന്യാദപ്പെട്ടുകൊണ്ടിരിക്കുന്നു ജനകീയ സർക്കാരുകൾ. അതുകൊണ്ടാണ് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ പൈതൃകവും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ വിമുക്തമാക്കണം. അപ്പോൾ അത് കുറേ ഹിന്ദു സംഘടനകൾ പറഞ്ഞത് ജനങ്ങൾ കേട്ടതുകൊണ്ടാണ് കൊല്ലത്തും തിരുവനന്തപുരത്തും പഞ്ചായത്തുകളിലും പാലക്കാടും തൃപ്പൂണിത്തുറയും എല്ലാം ചില മാറ്റങ്ങൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് BJPക്ക് അനുകൂലമാകുമോ? മെയിൻ നമുക്കറിഞ്ഞൂടെ പാട്ട് പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പാക്കി മാറ്റിയെ, ഈ പാട്ടിനെതിരെ തന്നെ ഇവർക്ക് ഹാലിളവിയല്ലോ. അപ്പം വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിലുള്ള കമ്മ്യൂണിസത്തിന് കേരളത്തിലൊരു ഒരു പാട്ടിൻ്റെ പാരഡി കണ്ട് നശിക്കുന്നതാണോ കമ്മ്യൂണിസ്റ്റ് ലെനിൻ, എംഗൽസ്, കാർൽ മാർക്സ് ആശയം? അപ്പോൾ അത്തരത്തിലുള്ള ആശയങ്ങൾ കാലാകാലങ്ങളിൽ മുരടിച്ചു. അതിന് ജനങ്ങൾക്ക് പ്രാവർത്തികമാകുകയില്ല. ഇവിടെ ഭാവാത്മകമായ മതേതരത്വവും ഗാന്ധിയൻ സോഷ്യലിസവും ഏകാത്മ മാനവവാദ ദർശനം നല്ലതാണെന്ന് തിരുവനന്തപുരത്തെയും കേരളത്തിലെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് BJP സ്വീകരിക്കുവാൻ തുനിഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഡി മണി എന്ന് പറയുന്നത്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും ഈ വിജയകുമാർ ആയാലും ശങ്കരദാസ് ആയാലും എല്ലാം ചെറിയ ചെറിയ പരൽ മീനുകളാണ്. വലിയ വലിയ തിമിംഗനങ്ങളെല്ലാം അസംബ്ലിക്കകത്തുണ്ട്, അല്ലെങ്കിൽ അസംബ്ലിക്ക് പുറത്തുണ്ട്, പല ലീഡേഴ്സുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഈശ്വരൻ നമ്മളെ ഒരു ക്ഷേത്രത്തിൽ പോയാൽ 1 രൂപ തറയിൽ കിടന്നാൽ കണ്ണിലെടുത്ത് വെച്ചിട്ട് കാണിക്കപ്പെട്ടിൽ നമ്മളിടും. ഇവരാണെങ്കിൽ ഒരു വിശ്വാസവും ഇവർക്കില്ല. കണ്ടിട്ടില്ലേ നമ്മളെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി വന്ന് തൊഴുതപ്പോൾ പോലും ചില നേതാക്കൾ നിന്ന നിപ്പ് കണ്ട. എന്തെങ്കിലും ദൈവത്തെ അവർക്ക് സ്നേഹമില്ല. കാണുന്നതെല്ലാം ഭൗതികമാണ്. അവർക്ക് ഈശ്വരചിന്തയില്ല. അവർക്ക് പലതും ഇതും ചെയ്യും, ഇതിൻ്റെ അപ്പുറവും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കേരളത്തിൽ അതിനെതിരെ പ്രതികരിക്കുവാൻ കോൺഗ്രസ്സുകാർ തയ്യാറാകുന്നില്ല. കാരണം കോൺഗ്രസ്സുകാരും ഭരണം വരുമ്പോഴേ ദേവസ്വം ബോർഡ് അവർക്ക് വേണം. ഭരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ഖജനാവെന്ന് പറയുന്നത് ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളാണ്. അപ്പോൾ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ കേരളത്തിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടി എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മനസ്സിലായതുകൊണ്ടാണ് പത്രക്കാർ ചോദിക്കുമ്പോഴെല്ലാം ഹാസ്യരൂപേണ ഉള്ളിൻ്റെ ഉള്ളിൽ ദേഷ്യമാണെങ്കിലും ചിരിച്ച് കളയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടും ഈ അന്വേഷണം ഇപ്പോൾ ചെന്നൈ പോയെന്ന് പറഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യുകയൊന്നുമില്ല. ഇത് ഇലക്ഷൻ വരെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകണം. അല്ലെങ്കിൽ പിന്നെ പല ഉദ്യോഗസ്ഥർക്കും പല ആൾക്കാർക്കും ഇവിടെ പഴയകാല മന്ത്രിമാർക്ക് MLA-മാർക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് അന്വേഷണം അവരിലേക്ക് പോയിട്ടില്ലല്ലോ. എന്തുകൊണ്ട് അവരിലേക്ക് പോകാത്തത്? ഇലക്ഷൻ വരെ നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് സത്യസന്ധമായ അന്വേഷണം വരണമെങ്കിൽ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ സുതാര്യത വെളിയിൽ വരികയുള്ളൂ. ഈ ഡി മണി എന്ന് പറയുന്ന അപരൻ ആരാണ്, അത് ജനങ്ങളെ മുമ്പിൽ എത്തിക്കുവാൻ ഈ ഗവൺമെൻറ്റിന് ബാധ്യസ്ഥതയുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഹോം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ബാധ്യതയുണ്ട്. ഇതെല്ലാം മറയ്ക്കുവാൻ വേണ്ടിയാണ് ഈ കരോളിൻ്റെ പ്രശ്നം പറഞ്ഞും ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് BJP സംഘപരിവാർ പ്രസ്ഥാനത്തിനെതിരെ സംസ്ഥാന സർക്കാരും അവരുടെ യുവജന വിഭാഗമായ DYFയും തെരുവിലിറങ്ങുവാൻ വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.